പുതിയ കരസേനാ മേധാവിയുടെ നിയമനം വിവാദമാകുന്നു. മുൻഗണനാക്രമം മറികടന്നാണ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ നിയമിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. നിയമനത്തിനെതിരെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പദവിക്ക് പറ്റിയ ആളെയാണ് നിയമിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ലഫ്റ്റനന്റ് ജനറൽ പ്രവീൺ ബക്ഷി, ലഫ്റ്റനന്റ് ജനറൽ PM ഹാരിസ് എന്നീ രണ്ടുപേരെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കരസേനാ ഉപമേധാവിയായി ചുമതലയേറ്റ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ പുതിയ കരസേനാ മേധാവിയായി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സൈന്യത്തിലെ നിലവിലുള്ള ഏറ്റവും മുതിർന്നയാളെ മേധാവിയായി നിയമിക്കുന്നതാണ് കീഴ്വഴക്കം എന്നിരിക്കെയാണ് റാവത്തിന്റെ നിയമനം വിവാദമാകുന്നത്. കീഴ്വഴക്കമനുസരിച്ച് ലഫ്റ്റനന്റ് ജനറൽ പ്രവീൺ ബക്ഷിയാണ് കരസേനാ മേധാവിയാകേണ്ടത്. സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇടതു പാർട്ടികളും രംഗത്തു വന്നു. അതേസമയം ജമ്മു കശ്മീർ വടക്ക് കിഴക്കൻ മേഖലകളിൽ സൈനിക ഓപ്പറേഷന് നേതൃത്വം നൽകിയ പരിചയം പരിഗണിച്ചാണ് റാവത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം. 2015-ൽ നാഗ തീവ്രവാദികൾക്കെതിരെ മ്യാൻമർ അതിർത്തി കടന്ന് നടത്തിയ മിന്നലാക്രമണത്തിന് നേതൃത്വം നൽകിയത് ബിപിൻ റാവത്താണ്. മുൻപ് ഒരേ ഒരു തവണ മാത്രമാണ് കരസേനയിൽ ഇത്തരത്തിൽ മുൻഗണനാക്രമം മറികടന്ന് കരസേനാ മേധാവിയെ നിയമിച്ചത്. 1983-ൽ ഇന്ദിരാഗാന്ധി ലഫ്റ്റനന്റ് ജനറൽ SK സിൻഹയെ മറികടന്ന് പഞ്ചാബിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് നേതൃത്വം നൽകിയ AS വൈദ്യയെ കരസേനാ മേധാവിയായി നിയമിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കരസേനയിൽ നിന്നും രാജിവെച്ച SK സിൻഹയെ പിന്നീട് 1990-ൽ VP സിംഗ് സർക്കാർ നേപ്പാൾ സ്ഥാനപതിയായി നിയമിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കരസേനാ മേധാവി നിയമനത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിന്റെ സ്വജനപക്ഷപാതമോ? പ്രതിപക്ഷ ആരോപണത്തിന് സർക്കാർ എങ്ങനെ മറുപടി നൽകും? പല വിഷയങ്ങളിലും എന്ന പോലെ ഇതിലും കോൺഗ്രസിന് സ്വന്തം കാലത്തെ ചെയ്തികൾ തിരിച്ചടിയാകില്ലേ? മുൻ BSF ഡയറക്ടർ ജനറൽ EN റാംമോഹൻ, AICC വക്താവ് ടോം വടക്കൻ, MP രാജേഷ് MP, BJP നേതാവ് PS ശ്രീധരൻപിള്ള എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്.